ഖുർആനിൽ അല്ലാഹു പറയാൻ സൂറത്തുർ റഹ്മാൻ അവസാനത്തെ ആയത്ത് തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം തബാറക ഇസ്മു റബ്ബിക ദിൽ ജലാലി വൽ ഇക്റാം നിന്റെ റബ്ബിൻ്റെതായ നാമങ്ങൾ പരിപൂർണമായി ബറക്കത്തുடைய നാമമാണ്, ഐശ്വര്യമുള്ളതായ നാമമത്രേ. അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവന് പടച്ച റബ്ബിലേക്ക് ദുആ ചെയ്താലും അല്ലാഹു ഇജാബത്ത് നൽകുകയാണ്, പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ്. ഈ 99 നാമങ്ങൾ ഉച്ചരിച്ച് ദുആ ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും. കാരണം ബറക്കത്തുള്ള നാമങ്ങളാണ്. ഇത് വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, അല്ലാഹുവിന്റെ മഹത്തായ നാമങ്ങളുണ്ടത്രേ, ശ്രേഷ്ഠമായ നാമങ്ങളുണ്ടത്രേ. ആ നാമങ്ങൾ വെച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് ദുആ ചെയ്യണേ. ഇജാബത്താണ്, ഇജാബത്താ. പ്രാർത്ഥനകൾക്ക് ഉത്തരമാണ്, ഉത്തരമാണ്. എത്രയെത്ര ആളുകളാണ് സങ്കടങ്ങൾ പറയുന്നുള്ളത്. ഉസ്താദേ, എന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല. ഞാൻ ഖുർആൻ ഓതാറുണ്ട്, ഞാൻ ദിക്ർ ചെല്ലാറുണ്ട്, ഞാൻ സലാത്തുകൾ അധികരിപ്പിക്കാറുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടുണ്ട്. ഒരൊറ്റ നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ ഖളാ ആക്കിയിട്ടില്ല. പക്ഷേ എന്റെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നില്ല. എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുപടി വരാൻ, എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അല്ലാഹുവിന്റെ 99 നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പടച്ച റബ്ബിലേക്കൊന്ന് കരമുയർത്തി ദുആ ചെയ്യണേ. ഇജാബത്താണ്, ഇജാബത്താണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. ഈ 99 നാമങ്ങൾ ഉച്ചരിച്ചിട്ട് ദുആ ചെയ്യൽ ഇജാബത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.